ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണോ? എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു അല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. നമ്മൾ പൊന്നൂസ് നാട്ടിൽ വന്ന സമയത്ത് ഒരുപാട് പറഞ്ഞ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പാർക്കിൽ പോവാം കളിക്കണം എന്നൊക്കെയാണ് കേട്ടോ. അതിന് അവസരം കിട്ടിയില്ല. ശരിക്കും പറഞ്ഞാൽ നല്ല വെയിലും ഞങ്ങൾ വന്ന ഒരു വീക്ക് നല്ല വെയിലും ബാക്കിയൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ പുറത്ത് പോയി കളിക്കൽ നടന്നില്ല. അല്ലാണ്ട് കുറേ സ്ഥലങ്ങളുടെ ഉള്ളിലുള്ള പാർക്കും കാര്യങ്ങളുണ്ട്. പക്ഷെ അവൾക്ക് അങ്ങനെ പോകാനുള്ള ഇഷ്ടമില്ല. നല്ല തുറസായ സ്ഥലത്തുള്ള ഒരു പാർക്ക് അവൾക്ക് അങ്ങനെയാണ് കേട്ടോ ഇഷ്ടം. പക്ഷെ അത് നടന്നില്ല. ജസ്റ്റ് ഒന്ന് കയറി, പക്ഷേ കുറച്ച് നേരം ഒന്ന് ഇതായി ഇറങ്ങാൻ പറ്റി. അല്ലാണ്ട് അവൾക്ക് നന്നായി കളിച്ച് നിൽക്കാനോ അങ്ങനെ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അത് തന്നെയാണ് അവളും പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പാർക്കിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഇന്ന് ഒരു ദിവസം ലീവാണ്, വേറെ പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പിന്നെ പാർക്കിൽ പോവാം എന്നൊക്കെ പറഞ്ഞു. നല്ലൊരു ക്ലൈമറ്റാണ്. വന്നു കഴിഞ്ഞതിന് ശേഷം കുറച്ച് മഴയാണ്. എല്ലാ ദിവസവും അങ്ങനെ വെയിലൊന്നുമല്ല. അപ്പോൾ ഇന്നൊരു ദിവസം നല്ല ഒരു വെളിച്ചം ഇത്തിരി അങ്ങനെ മഴയൊക്കെ മാറി നിൽക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ പിന്നെ എന്നാൽ പോവാം എന്ന് പറഞ്ഞു. പക്ഷെ അവളോട് ഒരു കണ്ടീഷൻ പറഞ്ഞു, മോളുടെ സൈക്കിൾ എടുക്കണം എന്ന് പറഞ്ഞു. അവൾക്കത് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല. കാരണം ആൾക്കത് ചവിട്ടി അത് ഇത്തിരി ടൈറ്റല്ല, അതങ്ങനെ ഇത്തിരി ചവിട്ടി മറക്കാൻ അവൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് താല്പര്യമില്ല എന്താ അറിയില്ല. പക്ഷേ അവിടെ എത്തിയ സമയത്ത്, നാട്ടിലെത്തിയ സമയത്ത് എൻ്റെ ചേച്ചിയുടെ പിള്ളേരെ സൈക്കിളൊക്കെ കൂടി ഭയങ്കര തല്ലുപിടുത്തോ ഒക്കെ ആയിരുന്നു കേട്ടോ. അതിന് വേണ്ടിയിട്ട് നീണ്ട പരിശ്രമമാണ് അവളെ കൊണ്ട് അത് ചവിട്ടിക്കാൻ. അങ്ങനെ ചവിട്ടുണ്ട്, പക്ഷെ ആളങ്ങോട്ട് ചവിട്ടിയിട്ട് എത്തണില്ല. അപ്പോൾ ചേട്ടൻ ചെറിയ സപ്പോർട്ടൊക്കെ ആയിട്ട് കാല് വെച്ചിട്ട് അങ്ങനെ ഇതാക്കണമൊക്കെ ഉണ്ട്. നല്ല വെയിലാണ്, അന്ന് തണുപ്പൊന്നുമില്ല. പക്ഷേ ഏട്ടൻ ഇട്ടേണത് കമ്പനിയുടെ യൂണിഫോമാണ്, മുന്നത്തെ യൂണിഫോമാണ്. എന്നാലും അത് ഇട്ടിട്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ജസ്റ്റ് അതിൻ്റെ മുകളിൽ സ്വെറ്റർ എടുത്തിട്ട് എന്നോ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല റോസ് പൂക്കൾ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പക്ഷേ ഇതൊക്കെ ഒരു മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാകെ വാടി പോലെയും പിന്നെ പെട്ടെന്ന് ചീച്ചൽ വന്ന പോലെയാവും കേട്ടോ. അല്ലെങ്കിൽ കാണാൻ നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വേറൊരു സംഭവം ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് വെള്ളടത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ഒന്നില്ലെങ്കിൽ ലൂപിക്കുക, വെള്ളടത്തേക്കും പോകുന്നല്ലോ സ്കൂളിലേക്കൊക്കെ പോകുന്ന സമയത്ത് മിക്ക വീടുകളിലും കാണുന്നതെന്ന് പറയാം ലൂപിക്കുക, ചാമ്പയ്ക്ക, മാങ്ങ, ഈ വക സംഭവങ്ങളൊക്കെ കാണുമല്ലേ. അപ്പോൾ പിന്നെ ഞങ്ങൾ വിടാറില്ല. ഞങ്ങൾ എന്തായാലും കയറി പൊട്ടിക്കുക അല്ലെങ്കിൽ താഴെ വീണ് പറക്കുക എന്നുള്ളൊരു സംഭവം നമുക്ക് എപ്പോഴും ഉള്ളതാണല്ലോ. മെയിനായിട്ട് ഞങ്ങൾ പോകുമ്പോൾ, സ്കൂളിൽ പോകുമ്പോൾ ലേശം ഉപ്പൊക്കെ കൈ പിടിക്കും കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് ലൂപിക്ക കിട്ടുമല്ലോ, അപ്പോൾ നമുക്കത് ഉപ്പിട്ട് തിന്നാം എന്നുള്ളൊരിത്. അതിപ്പോൾ ഒരാളെടുത്തില്ലെങ്കിൽ പിന്നീട് ഇറങ്ങുന്ന ആരാണ്, അപ്പോൾ ആളെങ്കിലും ഉപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് കരുതും കേട്ടോ. കാരണം നമുക്ക് രാവിലെ പോകുമ്പോൾ പറക്കാൻ പറ്റിയില്ലെങ്കിലും വൈകിട്ട് വരുമ്പോൾ പറക്കി അതൊക്കെ തിന്ന് എന്താ പറയുക, നല്ല രീതിയിൽ ലേറ്റായിട്ടൊക്കെ ഉണ്ട് ആ സമയത്ത് ഞങ്ങൾ വീട്ടിലെത്താറ്. പിന്നെ എല്ലാവരും കൂട്ടം കൂടി ആയതുകൊണ്ട് പിന്നെ വീട്ടിൽ അങ്ങനത്തെ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. ഒറ്റയ്ക്കാകുമ്പോഴാണ് ലേറ്റ് ആകുമ്പോൾ പേടി കാര്യങ്ങളൊക്കെ. ഇത് പിന്നെ എല്ലാവരും കൂടിയാണ് കേട്ടോ ഈ വക പരിപാടികൾക്കൊക്കെ നിൽക്കാറ്. അങ്ങനെ നമ്മുടെ കാര്യത്തേക്ക് വരാം. അങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ കണ്ടതാണ് കേട്ടോ ചെറി. അവിടെ നിറയിച്ച് ഇപ്പോൾ സമ്മറായതുകൊണ്ട് ആപ്പിൾ, ചെറി, അങ്ങനെ കുറേ ബെറീസ്, അങ്ങനെ ഫുൾ ഇതിൻ്റെ ഒരു എന്താ പറയുക അടിപൊളി പൂത്ത് നിൽക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ഞങ്ങളിത് കണ്ടപ്പോൾ പൊട്ടിക്കുക എന്ന് വിചാരിച്ചു. പക്ഷേ ഒന്നും എത്തുണ്ടായിരുന്നില്ല. ഞാൻ പിടിച്ച് താത്തിയിട്ട് അതിൻ്റെ കൊമ്പിട്ട് താഴണമില്ല. ഭയങ്കര നമുക്ക് എനിക്ക് ഒട്ടും പറ്റണില്ല. എന്നിട്ട് ചേട്ടൻ പരിശ്രമിച്ച് അതൊക്കെ താത്തി തന്ന് കുറച്ച് ചെറിയൊക്കെ പൊട്ടിച്ചു കേട്ടോ. പക്ഷേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മധുരമാണ്. പക്ഷേ ഒരു തുളയോ അല്ലെങ്കിൽ ഒരു ഹോളെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് കഴിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുഴു വന്നിട്ടുണ്ടാവും. ഇത് മഴ പെയ്യാതിരിക്കണം. ഈ സാധനമൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ മഴ അങ്ങാനും പെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പുഴു കയറും അതിൽ. അപ്പോൾ നമുക്കത് കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പുഴു ഉണ്ടാവും, അത്ര തന്നെ. നമ്മൾ ലാസ്റ്റ് വരെ കഴിച്ചെത്തുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒരു കുഞ്ഞു പുഴു അതിലിരിക്കുന്നത്. അങ്ങനെ ഞാൻ കുറേ പ്രാവശ്യം പറ്റി. എനിക്ക് മിക്കപ്പോഴും ഈ അബദ്ധങ്ങളൊക്കെ പറ്റാറുള്ളത് എനിക്കാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരുപാട് പൊട്ടിച്ചു, കുറേ കിട്ടി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഭയങ്കര കറയാണത് ഡ്രസ്സുമ്മലായാലും, എന്നാലും നന്നായിട്ട് സൂക്ഷിച്ചു നോക്കിയാണ് പൊട്ടിച്ചത്. പിന്നെ ഞാനും ഒന്ന് ട്രൈ ചെയ്തു, പൊന്നൂനെ തോളിലെടുത്തിട്ട് പൊട്ടിക്കാനൊക്കെ നോക്കിയിട്ടോ. പക്ഷേ നമുക്കങ്ങനെ വിചാരിച്ച പോലെ അവളെ വെയിറ്റ് വെച്ചിട്ട് എനിക്ക് നിൽക്കാനും പറ്റിയില്ല.
അവൾക്കും ഇട്ട് എത്തണുണ്ടായിരുന്നില്ല കേട്ടോ. കഷ്ടപ്പെട്ട് ഞങ്ങൾ കുറേ പൊട്ടിച്ചു. പിന്നെ വേറൊരു അതിൻ്റെ പേരെനിക്ക് കറക്റ്റ് അറിയില്ല, ഇതുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര പഞ്ചസാര മധുരമാണ് കേട്ടോ. ഇതിനും അങ്ങനെ തന്നെയാണ്, എന്നാലും അതിന് കുറച്ചും കൂടിയും മധുരം കൂടുതലാണ്. പക്ഷെ നമുക്ക് പെട്ടെന്ന് മട്ടിക്കണ പോലെയാണ് കേട്ടോ അത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പാർക്കിലെത്തിയത്. ഈ കാണുന്നതാണ് അവളുടെ ഒരു പാർക്ക്. പക്ഷേ കുറച്ച് പിള്ളേരുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം പാർക്കിൽ കളിക്കുന്ന കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ട് വീഡിയോ എടുത്തില്ല. ഞങ്ങൾ കുറച്ച് നേരം കളിച്ചു. അവൾ വെയിൽ നല്ലോണം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇരിക്കാനൊരു വെയിറ്റിംഗ് ഷെഡ് പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്നു. പൊന്നു അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ കളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ പോരുന്ന സമയത്ത് പക്ഷേ അവിടെ ഇങ്ങനെ കുറച്ച് കല്ലും അങ്ങനെയൊക്കെ ആയിരുന്നു. ആ ഏരിയ ഒരു പോഷ് ഏരിയ ആണ് കേട്ടോ. നല്ല ഇത്തിരി ഹൈ ക്ലാസ് ആൾക്കാരാന്ന് തോന്നുന്നു. നല്ല പോഷ് ഏരിയ, നല്ല ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പോന്നു. പിന്നെ കുറച്ച് ദൂരം ഞാനാണ് സൈക്കിൾ ഉന്തിയത്. ആൾ പിന്നെ അതവിടെ ഇട്ടിട്ട് ഞാൻ നടക്കുക എന്ന് പറഞ്ഞൊരു പോക്കങ്ങ് പോയി. അത് കഴിഞ്ഞ് ഞങ്ങളാണ് സൈക്കിൾ ഉന്തി പിന്നെ കയറി. പിന്നെ പിന്നെ ഒരു നിരപ്പുള്ള സ്ഥലത്ത് എത്തിയപ്പോൾ ആൾ ചവിട്ടി കേട്ടോ. അങ്ങനെ ആൾ ചവിട്ടി തന്നെ ചവിട്ടാൻ പഠിച്ച് നല്ല രീതിയിൽ തന്നെ സൈക്കിളൊക്കെ ചവിട്ടി ആൾ വീട്ടിലെത്തിയിട്ടോ. പക്ഷെ വീട്ടിലെത്തിയപ്പോൾ ആൾ ടയേർഡായി ഭയങ്കരമായിട്ട് ചവിട്ടി എന്നിട്ട് പറഞ്ഞായിരുന്നു വയ്യാണ്ടായി അമ്മ എന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളിവിടെ എത്തിയിട്ട് പോകുന്നേക്കാൾ മുന്നേ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു വരുമ്പോൾ നമുക്ക് ഗ്രില്ല് ചെയ്ത് കഴിക്കാം എന്നൊക്കെ. എന്തായാലും ക്ഷീണമായിട്ടാവും വരിക, ഉണ്ണിക്കും കൂടി ഇതാവില്ല. അപ്പോൾ പിന്നെ നമുക്ക് ഗ്രില്ല് ചെയ്തിട്ട് കഴിക്കാം എന്നൊക്കെ. സോസേജ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെയൊക്കെ നമ്മൾ മെയിൻ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ കിട്ടുന്ന ഒരു തരം സോസേജ് ഉണ്ട്. അപ്പോൾ നമുക്കത് കടയിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ആ സോസേജ് ഉണ്ടായിരുന്നു. പിന്നെ ഫ്രോസൺ ചോളം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് ചിക്കൻ്റെ 2 ലെഗ് അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ ഇതൊക്കെ കൂടിയിട്ട് ഗ്രില്ല് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കാറുണ്ടോ. അപ്പോൾ അതിലാണെങ്കിൽ കുറേ നാളായി അങ്ങനെ ക്ലീൻ ചെയ്തിട്ട് അതിലെല്ലാവരും ഗ്രില്ല് ചെയ്തതിൻ്റെ ബാക്കി ചാർക്കോളിന് അതൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ആദ്യം ഇങ്ങനെ ടിഷ്യൂ കൊണ്ട് തുടച്ചിട്ട് പോകുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ മറ്റേ സ്ക്രബ്ബറില്ലേ അത് വെച്ചിട്ട്, അത് ഇവിടെ യൂസ് ചെയ്യുന്നത് തന്നെയാണ്, അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ ആ സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായി ഇങ്ങനെ ഉരച്ച് ഇതാക്കി. അപ്പോൾ നന്നായിട്ട് അത് ക്ലീൻ ആയിട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് വിറകും നമ്മുടെ വിൻ്റർ ആവുന്ന സമയത്ത് നമ്മുടെ തന്നെ മുന്നിൽ നിൽക്കുന്ന മരത്തിൻ്റെ കുറേ ചുള്ളിക്കമ്പുകൾ വീണതൊക്കെ, വെള്ളത്തിൽ വീണതും കുളത്തിൽ വീണതൊക്കെ എടുത്ത് നമ്മളിവിടെ വീട്ടിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് ഇപ്പോൾ ഉണങ്ങിയിട്ടുണ്ട്. അതും ചാർക്കോളൊക്കെ ഇട്ട് കത്തിച്ച് അടിപൊളിയാക്കിട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ സോസേജും സാധനങ്ങളൊക്കെ വെച്ചു. സോസേജ് ലേശം പെട്ടെന്ന് കരിഞ്ഞു പോയി, കാരണം അതിന് അത്ര വേവ് വേണ്ട. എന്നാലും അത്ര അധികമൊന്നും കരിഞ്ഞില്ല, ഒരു ചെറുതായിട്ട്. പക്ഷെ തിന്നാൻ ഭയങ്കര രസമുണ്ടായിരുന്നു. സോസേജൊക്കെ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അതാണ് കേട്ടോ ഇന്നത്തെ ദിവസം. അപ്പോൾ ഓക്കെ, ബൈ ടേക്ക് കെയർ.